ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ ജനങ്ങളിൽ സൈക്കോ മൈൻഡ് നിറച്ചുവെച്ച എക്സ്ട്രാ ഡിസൻ അഥവാ എടഞ്ഞ ദാസ്. ബിനു ദാസ് ആണ് നമ്മുടെ കഥാനായകൻ. നമ്മുടെ ദാസിന് ഒരു ഏട്ടനുണ്ട്. ഏട്ടനും അനിയനും വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഒരു ദിവസം ഓംലേറ്റ് ഉണ്ടാക്കാൻ ഗ്യാസ് തുറന്നു. ഞാൻ നിനക്ക് ഓംലേറ്റ് ഉണ്ടാക്കി തരാടാ. അത്രയ്ക്ക് വിശപ്പാ? കേറിക്കോ. അങ്ങനെ ചേട്ടൻ ഓംലേറ്റ് ആയി. അതിൽ ഡിപ്രഷൻ അടിച്ച് സൈക്കോ മൈൻഡായി നമ്മുടെ ബിനുദാസ്. നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസിയുയിൽ വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിലൊരു മകളുണ്ടാകും. അങ്ങനെ സ്വന്തം പാരന്റ്സിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്നു നമ്മുടെ ദാസ്. ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ത് മോശ. എനിക്കതല്ല, നിഷിമ ഇതറിഞ്ഞാൽ എന്തായി തീരുന്ന. പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാ? അവള് ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ? വേണ്ടേ? പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞ അപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും. അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ കൺട്രോൾ സഹിക്കാതെ പാരന്റ്സ് ഇവന് ഒരു പണി കൊടുക്കുന്നു. പിന്നെ അഭിമാനത്തോടുകൂടി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുള്ള സാർ ജയിൽ. അത് ശരിയാണ്. പക്ഷെ അവിടെ പോയി കിടക്കണമെങ്കിലേ അതിന് കാരണങ്ങൾ വേണ്ടേ? ശരിയാ, അതിനൊരു കാരണം ശരിയേട്ടാ. ശേഷം ബോധം പോയി. ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ. ബോധം വരാതെ നോക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന പാരന്റ്സും. പക്ഷേ പാരന്റ്സ് അവനെ ഓർമ്മയും ബോധവും വന്നു. കൂടുതൽ ഭീകര സൈക്കോ ആയി. തിരിച്ചുള്ള പെരിയ പണിയുമായി നമ്മുടെ എടഞ്ഞ ദാസ്. ചിലർക്ക് മകനാ, ചിലർക്ക് നൻപനാ, ഇടഞ്ഞ കൊമ്പനാ, നമുക്ക് അണ്ണനാ. ചിലർക്ക് മകനാ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അതാണ് ഈ സിനിമ. കത്തി സൗണ്ട് ഉണ്ടാക്കല്ലേ? ഒരു മിനിറ്റ് ഇതോട്ടെ. ചോദ്യം വേണം. അച്ഛനൊക്കെ പോടാ. മേഡം ഇതായാലോ? അതൊന്നും വേണ്ട. എനിക്ക് വേണം. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. മനസ്സിലായോ?